നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ മുമ്പ് ഒരു ആമ്പലിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പല ഇനം ആമ്പലുകളെക്കുറിച്ച്. അന്ന് ഉൾപ്പെടുത്താത്ത കുറച്ച് ഇനങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അതെങ്ങനെ ക്രോസ് പോളിനേറ്റ് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കാമെന്നുള്ള ഭാഗം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുമല്ലോ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെറൈറ്റി കോഹിൻസൺ എന്ന് പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റിയാണ്. മൾട്ടിപെറ്റൽ വെറൈറ്റിയാണ്. ലീഫ് വന്നിട്ട് നല്ല പ്ലെയിൻ ലീഫാണ്. അതിൻ്റെ അടിവശത്തായിട്ട് ചെറിയൊരു റെഡ് കളർ കയറി നിൽക്കുന്നുണ്ട്. മൾട്ടിപെറ്റൽ ആയതുകൊണ്ട് തന്നെ അത് ഒരു പ്രത്യേക അഴകാണത് കാണാൻ. സെൻറ്റർ ഭാഗത്തായിട്ട് ചെറിയൊരു മഞ്ഞ നിറം കാണാൻ സാധിക്കും. ഇത് ആദ്യത്തെ ദിവസം വിരിഞ്ഞ ആദ്യത്തെ ദിവസത്തെ പൂവാണ്. രണ്ടാമത്തെ ദിവസം ആകുമ്പോഴേക്കും ആ മഞ്ഞ കുറേശ്ശെ മാറും. വളരെ ചെറിയ അടുക്കോട് കൂടിയ പെറ്റൽസാണ് ഇതിൻ്റെ പ്രത്യേകത. ചെറിയൊരു ഡോർമൻസി കാണിക്കുന്ന ഒരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഇത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഡോർമെൻ്റായിട്ട് നിൽക്കുന്നത് കാണാറുണ്ട്. കോറൽ സ്കൈ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. ട്രോപ്പിക്കൽ സൺസെറ്റിൻ്റെ ആയിട്ട് സാമ്യമുണ്ടെങ്കിലും ഇത് കുറേ കൂടെ വലുപ്പമുള്ള പൂക്കളാണ്. മാത്രമല്ല നല്ല വെരിഗേറ്റഡ് ലീഫാണ്. ലീഫ് കാണാൻ ഒന്നുകൂടെ ഭംഗിയായിരിക്കുന്നു. അത് അടിവശത്തൊക്കെയായിട്ട് നമുക്ക് മിയാമി റോസിൻ്റെ ലീഫ് പോലെയായിട്ട് ഫീൽ ചെയ്യുന്നു. അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പൂവാണ്. ഇനി കുറച്ച് നാക്വാങ്ക് ഇനത്തിൽപ്പെട്ട ആമ്പലുകളെ പരിചയപ്പെടാം. ഇപ്പോൾ കാണുന്നത് ഓറഞ്ച് നാക്വാങ്കാണ്. നാക്വാങ്ക് ഇനത്തിൽപ്പെട്ട വെറൈറ്റീസിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയ ഇലകൾ ചെറിയ ഇതളുകളായിട്ട് രൂപപ്പെടുന്നു. അത് കാണാനൊരു പ്രത്യേക അഴകാണ്. ഇതിൻ്റെയും അതെ ലീഫ് വന്നിട്ട് നല്ല വെരിഗേറ്റഡ് ആണ്. ദിവസവും പൂക്കുന്ന ഈ ഇനത്തിന് ഡോർമൻസി വളരെ കുറവായിട്ട് കാണപ്പെടുന്നു. ഇത് വൈറ്റ് നാക്വാങ്കാണ്. പർപ്പിൾ നാക്വാങ്കാണ് ഈ കാണുന്നത്. ഇതിൻ്റെയും അതെ ചുറ്റിലായിട്ട് ചെറിയ ലീവ്സ് വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ലീഫും അതെ ചെറിയൊരു വെരിഗേറ്റഡ് ആണ്. മുട്ട് വന്നിട്ട് ഈ ഒരു ഷേപ്പിലാണ് നിൽക്കുന്നത്. ദിവസം പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. നാക്വാങ്ക് ഇലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇത് ഇവിടെ വിരിഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഈ കാണുന്നത് ഓസ്തറ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബേബി പിങ്ക് നിറത്തോടു കൂടിയൊരു ആമ്പലാണ്. മറ്റ് ആമ്പലുകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തയാക്കുന്നത് ഇതിൻ്റെ പെറ്റൽ അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. ഒരു പ്രത്യേക അഴകാണ് ഇതിൻ്റെ പെറ്റൽസ് കാണാനായിട്ട്. പെറ്റൽ ഷേപ്പും അതെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു വേറിട്ട മഞ്ഞ തന്നെ കാണാൻ സാധിക്കും. അതിന് ചുറ്റിലായിട്ട് വളരെ ചെറിയ ഇതളോട് കൂടിയ വെള്ള നിറത്തിലുള്ള പെറ്റൽസാണ് ഉള്ളത്. ഇതിൻ്റെയും അതെ ഒരു പ്രത്യേക തരത്തിലുള്ള ലീഫ് ആണ്. നല്ലൊരു വെറിഗേറ്റഡ് വെറൈറ്റിയാണ്. കാണാൻ നല്ലൊരു ബേബി പിങ്ക് നിറമുള്ളൊരു വെറൈറ്റിയാണ്. ചെറിയൊരു സുഗന്ധമുണ്ട്. ഡെയിലി പൂക്കുന്ന ഈ വെറൈറ്റിക്ക് ഡോർമൻസി കുറവാണ്. ഈ വെറൈറ്റി മൂൺ ബീം എന്ന് പറഞ്ഞ വെറൈറ്റിയുടെയാണ്. മൂന്നാമത്തെ ദിവസത്തെ ഫ്ലവറാണ് ഈ കാണുന്നത്. ഒരു ലൈറ്റ് യെല്ലോ കളറോട് കൂടിയ ദിവസവും പൂക്കുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണിത്. ഇത് GT മോർ എന്ന് പറഞ്ഞ നല്ലൊരു ആമ്പൽ ഇനമാണ്. ഇതിൻ്റെയും അതെ സെൻറ്റർ ഭാഗം കാണാനാണ് കൂടുതൽ അഴക്. ഈ ഒരു ഇനവും നമുക്ക് കിഴങ്ങിൽ നിന്നാണ് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഡോർമൻസി കാണിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് GT മോർ. ഇനി കാണാൻ പോകുന്നത് പൂവാഡോൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റിയാണ്. നല്ല മഞ്ഞ നിറത്തോട് അടുക്കോട് കൂടിയൊരു വെറൈറ്റിയാണ്. ഇത് പ്ലം ക്രേസിയാണ്. ഇനി നമുക്ക് ആമ്പൽ ക്രോസ് പോളിനേറ്റ് ചെയ്തിട്ട് പുതിയ തൈ ഉണ്ടാക്കുന്ന രീതി നോക്കാം. ബ്ലൂ ക്യാപ്പൻസിൻ്റെ ഒരു ഫ്ലവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ദിവസത്തെ ഫ്ലവറാണ്. ഇതിൽ നിന്ന് നമ്മൾ പൂമ്പൊടി ശേഖരിച്ചിട്ട് ഒന്നാമത്തെ ദിവസത്തെ ആമ്പൽ, അതായത് ഫസ്റ്റ് ഡേ വിരിഞ്ഞ ഫ്ലവറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ക്യൂൻ ഓഫ് സിയം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതിൽ നമുക്ക് ആ സെൻറ്റർ ഭാഗത്തായിട്ട് ചെറിയൊരു ജെല്ലി പോലെ നമുക്ക് കാണാം. അതിലേക്കാണ് ഈ പൂമ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. ക്രോസ് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ ആമ്പൽ നല്ല രീതിയിൽ കൂമ്പി പോകുന്നതായിട്ട് നമുക്ക് കാണാം. അത് സക്സസ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി ഈ കാണുന്നത് രണ്ടാമത്തെ ദിവസത്തെ അല്ലെങ്കിൽ വാടിക്കൊഴിഞ്ഞു പോയ ഒരു ഫ്ലവറാണ്. ഇത് ക്രോസ് പോളിനേഷൻ നടന്നിട്ടില്ല. പോളിനേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ ഒരു യു ബെൻഡ് പോലെ നമുക്ക് കാണാം. അത് ഞാൻ ഇനി അടുത്തതായിട്ട് കാണിക്കാവുന്നതാണ്. ഇങ്ങനെ ക്രോസ് പോളിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു എയറേഷനുള്ള ഒരു കവർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കാണുന്നത് ഞാൻ മുമ്പ് ഇങ്ങനെ ചെയ്തെടുത്തൊരു വെറൈറ്റിയാണ്. ഇവിടെ ചെയ്തെടുത്തൊരു വെറൈറ്റിയാണ്. ഇങ്ങനെ നമുക്ക് പല നിറത്തിലുള്ള വെറൈറ്റീസ് ഇതിൽ നിന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് ഒരു പോളിനേഷൻ നടന്ന ഒരു സീഡ് പോൾ. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് കാണാം നല്ല രീതിയിൽ ഉരുണ്ട് നിൽക്കുന്നതായിട്ട് നമുക്കത് പിടിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. ഇത് കണ്ടില്ലേ, യു പോലെ അത് ഷേപ്പായിട്ട് നിൽക്കുന്നതായിട്ട്. നമ്മൾ പോളിനേഷൻ സക്സസ് ആയില്ല അല്ലെങ്കിൽ പൂ കൊഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഉണ്ടാവുക, ചീഞ്ഞു പോകുന്നതായിട്ട് കാണാം. ഇനി ഈ ഒരു രീതിയിലുള്ള സീഡ് പോഡ് 2-3 ദിവസം കൊണ്ട് പൊട്ടി
അതിൽ മണൽ പോലെ ഉണ്ടാവും സീഡ്സ്. അതെല്ലാം നമുക്ക് ചട്ടിയിൽ നിറയെ വീണ് പുതിയ തൈകൾ ഉണ്ടാവും. ആ തൈകൾ പുതിയൊരു വെറൈറ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുക. അതിൽ 10-1 വെറൈറ്റിയാണ് മദർ പ്ലാന്റിൻ്റെ ക്യാരക്ടർ കാണിക്കുക. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം ഈ രീതിയിൽ തൈകൾ ഉണ്ടായതാണ്. ഒരുപാട് തൈകൾ ഉണ്ടാവുമെങ്കിലും വളരെ കുറച്ച് വെറൈറ്റീസ് അല്ലെങ്കിൽ കുറച്ച് തൈകൾ സർവൈവ് ആവുകയും പിന്നീട് അത് വേറെ വെറൈറ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുക. നമുക്കിതൊരു ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഹരമുള്ള ഒരു ഹോബി കൂടിയാണ് ഈ ക്രോസ് പോളിനേഷനും അത് കഴിഞ്ഞിട്ട് പുതിയ വെറൈറ്റി ഒബ്സർവ് ചെയ്യലൊക്കെ. അപ്പോൾ ഈ ഒരു വെറൈറ്റി കാണുന്നത് എല്ലാം ഇങ്ങനെ ഉണ്ടായ വെറൈറ്റിയാണ്. അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നമുക്ക് ഏകദേശം നമ്മളുടെ ഉള്ളിലൊരു ധാരണ ഉണ്ടാവണം ഏത് ടൈപ്പുള്ള വെറൈറ്റീസ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം കുറേ ചെയ്യുമ്പോഴേക്കും നമ്മളതിൽ എക്സ്പെർട്ട് ആകും. നല്ല വെറൈറ്റീസിൽ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിനൊന്നും പേരിട്ടില്ല. ഈ ഒരു വെറൈറ്റിയും ഈ പറഞ്ഞ പോലെ ഇവിടെ ക്രോസ് പോളിനേറ്റ് ചെയ്ത വെറൈറ്റീസാണ്. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ക്രോസ് പോളിനേഷന് എടുക്കുന്ന പ്ലാന്റ്സ് എപ്പോഴും ഹെൽത്തി ആയിരിക്കണം, അതിൽ നല്ല പൂമ്പൊടി ഉണ്ടായിരിക്കണം എന്നതൊക്കെയാണ്. അപ്പം ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. 2-3 ആമ്പലുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഇനങ്ങൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു വെറൈറ്റിക്ക് ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല. ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് ചെറിയൊരു മഞ്ഞയുണ്ട്, സൈഡിൽ ലൈറ്റ് ബ്ലൂ കളറാണ്. ലീഫ് വന്നിട്ട് പ്ലെയിൻ ലീഫാണ്, ഡെയിലി വിരിയുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു പൂവാണ്. ഇത് പിങ്ക് ഫ്ലമിംഗോ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഓസ്റ്ററ പോലെ തന്നെ അതിൻ്റെ പെറ്റൽസ് കാണാൻ നല്ല ഭംഗിയാണ്. ജമന്തി പോലെ തന്നെയാണ് ഇതിൻ്റെയും പിന്നെ പെറ്റൽസ് ഉള്ളത്. ഡെയിലി വിരിയുന്നൊരു വെറൈറ്റിയാണ്. ലീഫാണ് ഒന്നുകൂടെ ഭംഗിയായിട്ട് നിൽക്കുന്നത് എനിക്ക് തോന്നി. നല്ലൊരു വെരിഗേറ്റഡ് ലീഫാണ്. മാത്രമല്ല ഒട്ടും സെൻസിറ്റീവ് അല്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് പിങ്ക് ഫ്ലമിംഗോ. ഡെയിലി വിരിയുന്നത് കൊണ്ട് തന്നെ നമുക്കിത് വളരെ സെൻസിറ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് ധൈര്യമായിട്ട് വീട്ടിൽ വളർത്തിയെടുക്കാവുന്നതാണ്. നല്ലൊരു വെറൈറ്റിയാണ് പിങ്ക് ഫ്ലമിംഗോ. ഇത് ഹോട്ട് പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഈ വെറൈറ്റിയും ഞാനിവിടെ ക്രോസ് പോളിനേഷൻ മുഖേന പുതിയൊരു വെറൈറ്റി ആയിട്ട് ചെയ്തെടുത്തതാണ്. ഡെയിലി വിരിയുന്ന ഒരു വെറൈറ്റിയാണ്. പെറ്റൽസ് എല്ലാം ഒരേപോലെ തന്നെ നിൽക്കുന്നു. ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഇതിനുള്ളത്. ലീഫ് വന്നിട്ടും അതെ പ്ലെയിൻ ലീഫാണ്. ഒട്ടുമിക്ക എല്ലാ പിങ്ക് ആമ്പലിനും അതിൻ്റെ ലീഫിൻ്റെ അടിവശത്തായിട്ട് ചെറിയ റെഡ് നിറം കാണാറുണ്ട്. ഈ വെറൈറ്റിയും ഇവിടെ ക്രോസ് പോളിനേറ്റ് ചെയ്തൊരു വെറൈറ്റിയാണ്. ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് പഴയ ഇന ആമ്പലാണ്. ടീന എന്നാണ് ഇതിൻ്റെ പേര്. ഒട്ടും സെൻസിറ്റീവ് അല്ലാത്തൊരു പ്ലാന്റാണ്. ഒട്ടുമിക്ക എല്ലാ ലീഫിലും നമുക്കതിൽ നോഡ് കാണാൻ സാധിക്കും. വിവി പാരസ് നല്ല രീതിയിലുള്ള ഒരു വെറൈറ്റിയാണ്. ഒട്ടും സെൻസിറ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ ബിഗിനേഴ്സിനും ഇത് ധൈര്യമായിട്ട് വളർത്തിയെടുക്കാം. ദിവസവും വിരിയുന്ന ഈ ആമ്പൽ ഡോർമെൻ്റ് ആവുന്നത് വളരെ കുറഞ്ഞതാണ്, ഒരു കാലത്തേക്ക് മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുവരെയുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. പുതിയ വീഡിയോകളായിട്ട് ഇനിയും വരാം. അപ്പം നന്ദി, നമസ്കാരം.